ടെഹ്റാൻ ഭരണകൂടം തലയിൽ കൈവച്ച് നിൽക്കുന്നു. ഇറാന്റെ ആകാശത്ത് കറുത്ത പുകയും പിന്നാലെ പെയ്തിറങ്ങുന്നത് കറുത്ത മഴയും. ഇസ്രയേൽ എന്തെങ്കിലും മാരകായുധം പ്രയോഗിച്ചോ എന്ന ഭയമായിരുന്നു ഇറാന്. ടെഹ്റാന്റെ ആകാശം കയ്യേറി ജൂതപ്പടയുടെ മിസൈലുകൾ തീതുപ്പുകയാണ്. യുദ്ധത്തിൽ പ്രയോഗിക്കാൻ പാടില്ലാത്ത വൈറ്റ് ഫോസ്ഫറസും ക്ലസ്റ്റർ ബോംബുകളും ഇസ്രയേൽ പ്രയോഗിച്ചുവെന്ന ആരോപണം ഉയർന്നിരിക്കുന്നു. അതിമാരകായുധങ്ങൾ പ്രയോഗിക്കുന്നത് പ്രകൃതിക്കും താങ്ങാനാകുന്നില്ല. അതിന്റെ പരിണിത ഫലമാണ് കറുത്ത മഴ പെയ്തിറങ്ങുന്നത്. ശ്വാസം മുട്ടി ഇറാൻ ജനതയുടെ നിലവിളി. ഗാസയിൽ നടത്തിയ അതേ ആക്രമണ രീതി ഇസ്രയേൽ പുറത്തെടുത്തിരിക്കുകയാണ്. UN-ഉം മനുഷ്യാവകാശ സംഘടനയും ഇസ്രയേലിന് നേർക്ക് വിരൽ ചൂണ്ടി രംഗത്ത്. ഇസ്രയേലിലേക്ക് ഇറാനും ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വൈറ്റ് ഫോസ്ഫറസും ക്ലസ്റ്റർ ബോംബുകളും ഇസ്രയേലും തിരിച്ചു പ്രയോഗിച്ചത്. ഇതോടെ ഇരു രാജ്യങ്ങളുടെയും പക്കൽ അതിമാരക ആയുധങ്ങൾ ഉണ്ടെന്ന് വെളിപ്പെട്ടിരിക്കുന്നു. യുദ്ധഭീഷണിക്കിടെ ഇറാന്റെ പരിസ്ഥിതിക്കും ജനങ്ങളുടെ ആരോഗ്യത്തിനുമേൽ കടുത്ത ആശങ്കയും വെല്ലുവിളിയും ഉയർത്തിയിരിക്കുകയാണ് ഇപ്പോഴത്തെ ഈ ഒരു പ്രതിഭാസം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാന്റെ എണ്ണ ഡിപ്പോകളിൽ നടന്ന US ബോംബ് ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് വിഷം മഴയായി പെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ വിഷപ്പുകയുടെ കട്ടിയുള്ള മേഘങ്ങൾ ഉരുണ്ടുകൂടിയിരിക്കുന്നത് കാണാം. US ഇസ്രയേൽ സേന വ്യോമാക്രമണം നടത്തി മണിക്കൂറുകൾക്ക് ശേഷം ഇറാന്റെ ചില ഭാഗങ്ങളിൽ കറുത്ത മഴ പെയ്യുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ പിന്നീട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഇത്തരത്തിൽ കറുത്ത മഴയാണ് ഇറാനിലെ പല പ്രദേശങ്ങളിലും ഭീതി പരത്തിക്കൊണ്ട് പെയ്തിറങ്ങിയത്. കെട്ടിടങ്ങൾക്കും കാറുകൾക്കും മേൽ എണ്ണ കലർന്ന മഴത്തുള്ളികൾ പതിച്ചു. പിന്നാലെ ഇറാൻ നിവാസികളിൽ തലവേദന, ശ്വസിക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയ അസ്വസ്ഥതകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. വടക്ക് കിഴക്കൻ ടെഹ്റാനിലെ അഗ്ദാസി ഓയിൽ വാർഹൌസ്, ടെഹ്റാൻ റിഫൈനറി, കിഴക്കൻ ടെഹ്റാനിലെ ഷഹ്റാൻ ഓയിൽ ഡിപ്പോ, കരാജ് സിറ്റിയിലെ ഓയിൽ ഡിപ്പോ എന്നിവയാണ് ആക്രമിക്കപ്പെട്ടത്. ഷഹ്റാൻ ഓയിൽ ഡിപ്പോയിൽ നിന്നും എണ്ണ നിരത്തിലേക്ക് ഒഴുകിയതായി ദൃക്സാക്ഷികൾ പറയുന്നു. സൈനിക ആവശ്യത്തിന് ഉപയോഗിച്ചിരുന്ന എണ്ണ സംഭരണ കേന്ദ്രങ്ങളാണ് ആക്രമിച്ചതെന്ന് ഇസ്രയേൽ പറഞ്ഞു. ആസിഡ് മഴ എന്ന പദം സൂചിപ്പിക്കുന്നതിനേക്കാൾ മോശമാണ് ഇതിലെ അപകടങ്ങൾ. ഹ്രസ്വ ദീർഘകാല അടിസ്ഥാനത്തിൽ മനുഷ്യർക്കും പരിസ്ഥിതിക്കും ഹാനികരമായ മറ്റ് നിരവധി മലിനീകരണ വസ്തുക്കൾ അതിൽ ഉൾച്ചേർന്നിരിക്കും. ബോംബുകൾ പതിച്ച എണ്ണ ഡിപ്പോകളിൽ നിന്നുയരുന്ന പുകയിൽ സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും അടങ്ങിയിരിക്കും. അവ വായുവിൽ സൾഫ്യൂറിക് ആസിഡും നൈട്രിക് ആസിഡും രൂപപ്പെടുത്തും. ഈ ആസിഡ് പിന്നീട് ജലത്തുള്ളികളിൽ കലരുകയും ആസിഡ് മഴയ്ക്ക് കാരണമാകുകയും ചെയ്യും. ആസിഡ് മഴ വളരെ അപകടകരമായേക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇറാന്റെ റെഡ് ക്രസന്റ് സൊസൈറ്റി. ഇറാനിലെ ഈ കറുത്ത പുക ശ്വസിക്കുന്ന ആളുകൾക്ക് തലവേദനയോ ശ്വസിക്കാൻ ബുദ്ധിമുട്ടോ ഉണ്ടാകാം. പ്രത്യേകിച്ച് ആസ്മയോ മറ്റ് ശ്വാസകോശ രോഗമോ ഉള്ളവർക്ക് വലിയ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഇത് സൃഷ്ടിക്കും. പ്രായമായവർ, കുട്ടികൾ, വൈകല്യമുള്ളവർ തുടങ്ങിയ ദുർബല വിഭാഗങ്ങൾക്ക് അപകട സാധ്യത ഏറെയാണ്. ഗർഭിണികൾ വിഷാംശമുള്ള വായു ശ്വസിക്കുന്നത് കുട്ടികളുടെ ജനന ഭാരം കുറയ്ക്കുന്നതിനിടയാക്കും. ദീർഘകാല അടിസ്ഥാനത്തിൽ വായുവിലും കറുത്ത മഴയിലുമുള്ള സംയുക്തങ്ങളുമായി സമ്പർക്കം പുലർത്തുന്നത് ആളുകളിൽ ക്യാൻസർ സാധ്യതയും വർദ്ധിപ്പിക്കും. അൾട്രാഫൈൻ കണികകൾ ശ്വസിക്കുമ്പോൾ അവ രക്തചംക്രമണത്തിലേക്കും പ്രവേശിക്കും. ഇറാനിലെ കരിമഴ സൂചിപ്പിക്കുന്നത് ഹൈഡ്രോ കാർബണുകൾ, PM 2.5 എന്നറിയപ്പെടുന്ന അൾട്രാഫൈൻ കണികകൾ, പോളിസൈക്ലിക് ആരോമാറ്റിക് ഹൈഡ്രോ കാർബണുകൾ എന്നറിയപ്പെടുന്ന കാർസിനോജനിക് സംയുക്തങ്ങൾ തുടങ്ങിയ വിഷവസ്തുക്കൾ മഴയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്നാണ്. ഇതിനു പുറമെ നിർമ്മാണ വസ്തുക്കളിൽ നിന്നുള്ള ഘനലോഹങ്ങളും അജൈവ സംയുക്തങ്ങളും സ്ഫോടനങ്ങളിലും തുടർന്നുള്ള തീപിടുത്തങ്ങളിലും ഉൾപ്പെട്ട വസ്തുക്കളും അടക്കം ഇതര അജ്ഞാത രാസവസ്തുക്കളുടെ മിശ്രിതവും അതിലുണ്ടാകും. ഇറാനിൽ ഈ പുകയും കറുത്ത മഴയും അനുഭവിക്കുന്ന ആളുകൾ മാസ്കുകളോ മുഖംമൂടികളോ ധരിക്കാൻ ശ്രമിക്കണമെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. വീടിനുള്ളിൽ തന്നെ കഴിയുക, വാതിലുകളും ജനലുകളും അടച്ചിടുക, വായു പുറത്ത് വിടാതിരിക്കാൻ ശ്രദ്ധിക്കൂ തുടങ്ങിയ നിർദ്ദേശങ്ങൾ ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതേസമയം ആക്രമണത്തിന് പിന്നാലെ ഇറാനിൽ വ്യക്തിഗത കാർഡ് ഉപയോഗിച്ച് വാങ്ങാവുന്ന എണ്ണ ക്വാട്ട കുറച്ചിരിക്കുകയാണ്. നേരത്തെ പ്രതിദിനം 30 ലിറ്റർ എണ്ണ വാങ്ങിയിരുന്നവർക്ക് ഇനി മുതൽ 20 ലിറ്റർ മാത്രമേ ലഭിക്കുകയുള്ളൂ.
23 ദിവസത്തിനുള്ളിൽ വിതരണം സാധാരണ രീതിയിലാകുമെന്ന് ഫാർസ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇറാനിലെ എണ്ണ കേന്ദ്രങ്ങളെല്ലാം വ്യാപകമായി ആക്രമിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് വലിയ തോതിലാണ് ഇറാന്റെ സാമ്പത്തിക നട്ടെല്ല് ഒടിച്ചിട്ടിരിക്കുന്നത്. യുഎസും ഇസ്രയേലും ആക്രമണവുമായി മുന്നോട്ടു പോയാൽ പശ്ചിമേഷ്യയിൽ നിന്ന് എണ്ണ വിതരണം അനുവദിക്കില്ലെന്ന് ഇറാന്റെ വെല്ലുവിളി. എന്നാൽ എണ്ണ വിതരണത്തിൽ തടസ്സം നേരിട്ടാൽ ഇറാനെ ഇനിയും അതിശക്തമായി ആക്രമിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മറുപടി കൊടുത്തു. വടക്കൻ ഇറാഖിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇറാന്റെ സൈന്യത്തിനുമേൽ ശക്തമായ നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ട്രംപ് തിങ്കളാഴ്ച വ്യക്തമാക്കിയിരുന്നു. സംഘർഷം അധികം വൈകാതെ അവസാനിക്കുമെന്നും ട്രംപ് പറയുന്നു. എന്നാൽ യുദ്ധം എപ്പോൾ അവസാനിക്കുമെന്ന് തീരുമാനിക്കുന്നത് തങ്ങളായിരിക്കുമെന്നാണ് ഇറാന്റെ മറുപടി. യുദ്ധം തുടങ്ങിയത് നിങ്ങളായിരിക്കാം, പക്ഷേ ഇതെപ്പോൾ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളായിരിക്കും എന്നാണ് ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഇറാൻ ഭരണകൂടത്തിൽ നിന്നുള്ള വെല്ലുവിളി. മര്യാദകളുടെ സകല സീമകളും ലംഘിച്ചാണ് ഇസ്രയേൽ ഇറാൻ യുദ്ധം മുറുകുന്നത്. ഒരു യുദ്ധത്തിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത അതിമാരക ആയുധങ്ങൾ ഇരു കൂട്ടരും പരസ്പരം പ്രയോഗിക്കുന്നു. ടെല്ലവീവിലേക്ക് ഇറാൻ ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചത് ലോകരാജ്യങ്ങളെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. കിലോമീറ്ററുകൾ വ്യാപിച്ച് കനത്ത നാശനഷ്ടം ഉണ്ടാക്കാൻ സാധിക്കുന്നവയാണ് ക്ലസ്റ്റർ ബോംബുകൾ. അത്തരം മിസൈലുകളുടെ വാർഹെഡ് താഴേക്കിറക്കുമ്പോൾ തുറക്കുകയും ഏകദേശം 2.5 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളുള്ള 20 ചെറിയ ബോംബുകളായി മാറി ഏകദേശം 8 കിലോമീറ്റർ ചുറ്റളവിൽ ചിതറുകയും ചെയ്യുന്നുവെന്നാണ് IDF വ്യക്തമാക്കിയിരിക്കുന്നത്.